ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ റിഫ്ലക്ഷൻ ഇൻ ഡീറ്റെയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്താണ്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, ഇറ്റ് ഈസ് ദ റീബൗണ്ടിങ് ബാക്ക് ഓഫ് എ ലൈറ്റ് വെൻ ഇറ്റ് ഫോൾസ് ഓൺ എ സർഫസ്. ലൈറ്റ് ഒരു സർഫസിൽ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റീബൗണ്ട് ചെയ്ത് തിരിച്ചു വരുന്നുണ്ട്. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണെന്ത്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഒരു റബ്ബർ ബോൾ നമ്മളൊരു ചുമരിലേക്ക് എറിഞ്ഞു, ഒരു വാളിലേക്ക് നമ്മൾ എറിഞ്ഞു. ഏതൊരു റബ്ബർ ബോളും നമ്മൾ ഒരു വാളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ മൊമെന്റ് ഇറ്റ് ടച്ചസ് എ സർഫസ്, അതൊരു സർഫസിൽ ടച്ച് ചെയ്യുന്ന മൊമെന്റിൽ അതെന്ത് ചെയ്യും? ഇറ്റ് വിൽ റീബൗണ്ട്സ് ബാക്ക്, അത് തിരിച്ച് റീബൗണ്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ സൗണ്ട് റീബൗണ്ട് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ എക്കോ എന്ന് വിളിക്കാറ്. ഒരു മൗണ്ടെയിൻ ക്ലിഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്സ്റ്റക്കിളിൽ സൗണ്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരാറുണ്ട്. അതാണ് നമ്മൾ എക്കോ എന്ന് വിളിക്കുന്നത്. സോ സൗണ്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒബ്ജക്റ്റുകൾ, സോളിഡ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ റിഫ്ലക്ട് ചെയ്ത് വരാറുണ്ട്. സെയിം ലൈക്ക് ലൈറ്റ് ഓൾസോ വിൽ റിഫ്ലക്ട്, ലൈറ്റും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ലൈറ്റ് എല്ലാ ഒബ്ജക്റ്റിലും റിഫ്ലക്ട് ചെയ്യുന്നില്ല. ഒരു ഉദാഹരണം പ്ലെയിൻ മിറർ, അതേപോലെ തന്നെ ഏറ്റവും സ്മൂത്ത് എല്ലാ ഒബ്ജക്റ്റിലും റിഫ്ലക്ട് ചെയ്യാറുണ്ട്. പക്ഷേ സ്മൂത്ത് ആയ സർഫസിൽ റെഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. റഫ് ആയിട്ടുള്ള സർഫസിൽ ഇറഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു പ്ലെയിൻ മിറർ, സാധാരണ രീതിയിൽ നമ്മൾ പ്ലെയിൻ മിറർ ഇതുപോലെയാണ് റെപ്രസെന്റ് ചെയ്യാറ്. സോ വി ഹാവ് എ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ മിറർ ഉണ്ട്, ഒരു ലൈറ്റ് ഫോളോ ചെയ്യാണ്. എപ്പോഴും നമ്മൾ ലൈറ്റിനെ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, ലൈറ്റ് ഈസ് ആൾവേസ് ട്രാവലിംഗ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യാറ്. അതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുമ്പോഴും ഞാനൊരു സ്ട്രെയിറ്റ് ആരോ മാർക്ക് വെച്ചിട്ടാണ് ലൈറ്റ് റെപ്രസെന്റ് ചെയ്യാറ്. ദാറ്റ് ഇസ് കോൾഡ് എ റേ ഓഫ് ലൈറ്റ്. അപ്പോൾ ഒരു പ്ലെയിൻ സർഫസിൽ നമ്മുടെ ലൈറ്റ് വന്ന് ഫോളോ ചെയ്യുന്നു. സോ എ ലൈറ്റ് ഈസ് ഫോളോയിങ് ഓൺ എ പ്ലെയിൻ സർഫസ്. നമ്മൾ ബോളിന്റെ കേസ്, അതേപോലെ സൗണ്ടിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ, വെൻ ദ ലൈറ്റ് ടച്ചസ് എ സർഫസ് ഇറ്റ് വിൽ റീബൗണ്ട്സ് ബാക്ക്. ലൈറ്റ് ടച്ച് ചെയ്യുന്ന മൊമെന്റിൽ തന്നെ അത് റീബൗണ്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് റീബൗണ്ടിങ് ബാക്ക്, അത് തിരിച്ച് റീബൗണ്ട് ചെയ്തു പോകുന്നുണ്ട്. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. നമുക്കിവിടെ കുറച്ച് ടേംസ് പരിചയപ്പെടാനുണ്ട്. ദ ലൈറ്റ് വിച്ച് ഈസ് ഇൻസിഡന്റിങ്, ദ ലൈറ്റ് ഫോളോ ചെയ്യുന്ന ലൈറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. അതായത് ഫോളോ ചെയ്യുന്ന ലൈറ്റിനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേനെ റിഫ്ലക്റ്റഡ് റേ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഇനി നമുക്ക് ഫിഗർ എല്ലാം വരയ്ക്കാനുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ, ഒരു 90 ഡിഗ്രി ലൈൻ വരക്കാറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? നോർമൽ. അപ്പൊ എല്ലാ കേസിലും നമ്മൾ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90 ഡിഗ്രി ലൈൻ ആണ്. അപ്പോൾ ഈ സർഫസിന് ഇത് എപ്പോഴും ഒരു 90 ഡിഗ്രി ലൈൻ ആയിരിക്കും ഉണ്ടാവുക. ഈ ലൈനിനെ വിളിക്കുന്ന പേരാണെന്ത്? നോർമൽ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച്, അപ്പോൾ ഇത് ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദിസ് ഈസ് കോൾഡ് ദ നോർമൽ. ഇനി നമുക്ക് ആംഗിൾ മാർക്ക് ചെയ്യണം. എല്ലാ സമയത്തും നമുക്ക് ആംഗിൾ മാർക്ക് ചെയ്യണം. ആംഗിൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ നോർമലുമായിട്ട് എടുക്കുന്ന ആംഗിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് ഇൻസിഡന്റ് റേ, ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് ഇൻസിഡന്റ് റേ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലും ഇൻസിഡന്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണെന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നത്. ഒരിക്കലും ഇൻസിഡന്റ് റേയും സർഫസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ല കൺസിഡർ ചെയ്യാറ്, നോർമലും ഇൻസിഡന്റ് റേയും. എല്ലാ സമയത്തും നമ്മൾ ആംഗിൾ എടുക്കുന്ന സമയത്ത് നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ. ആൻഡ് ദ സെക്കൻഡ് തിങ്, ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ആർ. നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ ആർ എന്നാണ് റെപ്രസെന്റ് ചെയ്യാറ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് reflection. So we have two angles are there, angle of incidence and angle of reflection. Angle of incidence means the angle which is making by the normal, the angle which is making by in between the normal and incident ray. The angle between the normal and reflected ray is called angle of reflection. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇവിടെ ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഐയും ആറും എല്ലാ സമയത്തും ഈക്വൽ ആയിരിക്കും. which means that angle of incidence is always equal to angle of reflection. Angle of incidence is always equal to angle of reflection. ഇതാണ് റിഫ്ലക്ഷന്റെ. ഇനി നമുക്ക്, അപ്പോൾ നമ്മൾ റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിച്ചു, റിഫ്ലക്ഷന്റെ ഡയഗ്രാം മനസ്സിലായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ലോ ഓഫ് റിഫ്ലക്ഷൻ? വാട്ട് ഈസ് കോൾഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ? റിഫ്ലക്ഷന്റെ ലോ എന്താണെന്ന് നമുക്കിതിൽ പ്രധാനപ്പെട്ട 2 പോയിന്റ്സ് ആണ് ഓർത്ത് വെക്കേണ്ടത്. ആ 2 പോയിന്റ്സ് ആണ് നമ്മൾ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എഴുതേണ്ട പോയിന്റ്. ആൻഡ് ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ദ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരേ പ്ലെയിനിലാണ്. നമുക്കറിയാം 3 ടൈപ്പ് ആക്സിസുകൾ നമ്മൾ പഠിക്കാറുണ്ട്, എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് ദ സെഡ് ആക്സിസ്.
നമുക്ക് 3 ആക്സസുകൾ പഠിക്കാറുണ്ട്. ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആക്സസുകൾ കൂടിയ ഒരു സർഫസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഒരു പ്ലെയിൻ. ഇപ്പൊ ഇതിൽ ഒരു എക്സ് ആക്സിസ് നമുക്ക് വരക്കാം, ഒരു വൈ ആക്സിസും വരക്കാം. എന്ന് പറഞ്ഞാൽ 2 പ്ലെയിനുള്ള 2 ആക്സസുകളുള്ള ഒരു സർഫസിനെയാണ് നമ്മൾ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ പ്ലെയിനിൽ തന്നെ നമുക്ക് ഈ 3 ആൾക്കാരെയും വരക്കാൻ പറ്റും. ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഇൻക്ലൂഡ് ചെയ്ത് വരക്കാൻ പറ്റും. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ first point, law of reflection, the first point is that the incident ray, reflected ray and the normal lies in the same plane. ഇവർ 3 പേരും ഒരൊറ്റ പ്ലെയിനിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് പോയിന്റ്, law of reflection, the first point. Going for the second point, the law of reflection states that the angle of incidence is equal to angle of reflection. Angle of incidence എല്ലാ സമയത്തും angle of reflection equal ആയിരിക്കും. For example, if angle of incidence is 30 degree, angle of reflection is also 30 degree. If this is 45 degree, our angle of reflection is also 45 degree. So which means that both this I and R will be always equal. So we have discussed 2 points in law of reflection. The first is that the incident ray, reflected ray and the normal lies in the same plane, and the second point is that the angle of incidence is always equal to angle of reflection.